ഹായ് വെൽക്കം ടു PSCAM ലേണിംഗ് ക്ലബ്ബ്. ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ അതിനെ പറ്റിയിട്ട് പഠിക്കാം. നമുക്ക് അറിയാം, ഈ സംസ്ഥാന നിയമസഭയിൽ രണ്ട് ഘടകങ്ങളുണ്ട്, രണ്ട് ഹൗസസ് ഉണ്ട്, അതായത് രണ്ട് സഭകളുണ്ട്. അതിൽ ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയും. The legislature of a state consists of a governor and a house or two houses. ചില സംസ്ഥാനങ്ങളിൽ അത് ഒരു ഹൗസ് ഉണ്ടാവുള്ളൂ, ചിലതിൽ എന്തുണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ 22 സംസ്ഥാനങ്ങൾ യൂണിക്യാമറൽ സിസ്റ്റമാണുള്ളത്. അതായത് ഏകമണ്ഡല സഭ എന്ന് മലയാളത്തിൽ പറയും. അതായത് ഓൺലി ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ട് ഹൗസസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമുള്ള 22 സംസ്ഥാനങ്ങളാണുള്ളത്. അതായത് ഏകമണ്ഡല സഭയുള്ള 22 സംസ്ഥാനങ്ങളാണുള്ളത്. ബാക്കി 7 എണ്ണത്തിൽ എന്തുണ്ട്, ബൈക്യാമറൽ അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് ദ്വിമണ്ഡല സഭ ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കാറ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലേ, സംസ്ഥാന നിയമസഭ അല്ലേ. ഈ സംസ്ഥാന നിയമസഭയിൽ ഘടകങ്ങളുടെ ഏതൊക്കെയാണ്? ഗവർണർ ഉണ്ട്, അതേപോലെ തന്നെ ആൻഡ് എ ഹൗസ് ഓർ ടു ഹൗസസ് എന്നാണ് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ എന്തുണ്ട്, ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണമാകാം. അതായത് എ ഹൗസ് ഓർ ടു ഹൗസസ്, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പോൾ PSCAM പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്തുണ്ട്, ഗവർണർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൗസ് ഉണ്ടാകും, ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യക്ക് അറിയാം 29 സംസ്ഥാനങ്ങളാണ് ഉള്ളത് അല്ലേ. അതിൽ 29 സംസ്ഥാനങ്ങളിൽ 22 എണ്ണത്തിന് എന്തുണ്ട്, ഒരു ഹൗസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഹൗസിനെയാണെന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സംവിധാനത്തിന് ഏകമണ്ഡല സഭ ഒരെണ്ണല്ലേ ഉള്ളൂ, ഈ രണ്ട് ഹൗസിലും ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിന് എന്തെന്ന് പറയും, യൂണിക്യാമറൽ എന്ന് പറയും. യൂണിക്യാമറൽ അല്ലെങ്കിൽ ഏകമണ്ഡല സഭ എന്ന് പറയും. അപ്പോൾ ഏകമണ്ഡല സഭയുള്ള 22 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ കേരളത്തിന് എന്തുണ്ട്, ഒരെണ്ണേ ഉള്ളൂ, യൂണിക്യാമറലാണ്, ഏകമണ്ഡല സഭയാണ് ഉള്ളത്. ഓക്കെ ആണോ? അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്തുണ്ട്, ഗവർണർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. എന്നാൽ 22 സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതിനെ എന്തെന്ന് പറയും, യൂണിക്യാമറൽ അല്ലെങ്കിൽ ഏകമണ്ഡല സഭ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാക്കി 7 എണ്ണം എടുക്കുന്നുണ്ടല്ലേ, 7 സ്റ്റേറ്റ്സ്. ഓക്കെ, 7 സ്റ്റേറ്റിനാണ് എന്തുള്ളത്, ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, അസംബ്ലി ഉണ്ട്. 7 സ്റ്റേറ്റിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലും അതേപോലെ തന്നെ എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ഇത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് എന്തെന്ന് പറയും, ഈ രണ്ടെണ്ണത്തിന് എന്തെന്ന് പറയും, ഈ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് പറയും ഈ 7 എണ്ണവും എന്താണ്, ബൈക്യാമറലാണ്. അതായത് ദ്വിമണ്ഡല സഭ ഉള്ള സംസ്ഥാനങ്ങളാണ്. ബൈക്യാമറൽ ആണ്, ദ്വിമണ്ഡല സഭ ഉള്ള സംസ്ഥാനങ്ങളാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് നോക്കണമല്ലേ, ഇതിൽ 7 എണ്ണത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 22 എണ്ണത്തിൽ നമുക്ക് യൂണിക്യാമറലാണെന്നുള്ള ഇതിലേക്ക് എത്താം. അപ്പോൾ ഈ 7 എണ്ണം നമുക്ക് ഈസി ആയിട്ട് പഠിക്കണം. അതിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ PSCAM നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കോഡ് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ നോക്കാം കേട്ടോ. ആദ്യം തൊട്ട് ഞാൻ ഓർഡറിൽ എഴുതാമേ. അപ്പോൾ ആ ഓർഡറിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ദ്വിമണ്ഡല സഭയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ്.
മഹാരാഷ്ട്രയാണ്. രണ്ടാമത്തത് തെലുങ്കാനയാണ്. തെലങ്കാന. മൂന്നാമത്തത് കർണാടകയാണ്. കർണാടക. പിന്നെ നാലാമത്തത് ജമ്മു കാശ്മീർ. അഞ്ചാമത്തത് ഉത്തർപ്രദേശ്. ആറാമത്തത് ബീഹാർ. ഏഴാമത്തത് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇതാണ് എന്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉള്ള 7, അതായത് ദ്വിമണ്ഡല സഭയുള്ള 7 സംസ്ഥാനങ്ങൾ. ബാക്കി 22 എന്തുണ്ട്? യൂണിക്യാമറൽ മാത്രമേ ഉള്ളൂ, അതായത് ഏകമണ്ഡലം മാത്രമേ ഉള്ളൂ. നമ്മളുടെ കേരളവും യൂണിക്യാമറൽ ഏകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഇതിലേതൊക്കെയാണെന്ന് പറഞ്ഞു? മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക, ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ കോഡ്, PSCAM കോഡ് ഉണ്ടാക്കുന്നു. ആ കോഡ് നിങ്ങൾ പഠിക്കുക. ഈ ഓർഡറിൽ തന്നെ എഴുതിയെടുത്തല്ലോ അല്ലേ? അപ്പോൾ ഈ ഓർഡറിൽ എഴുതിയെടുത്താലേ നമുക്ക് ആ കോഡ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഏതൊരു മലയാളിക്കും സുപരിചിതനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ അല്ലേ? അദ്ദേഹത്തിന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ PSCക്ക് പഠിക്കുന്ന നിങ്ങൾ ഒരു അവാർഡ് കൊടുക്കുകയാണ്, അദ്ദേഹത്തിനൊരു കറുത്ത ജുബ്ബ വാങ്ങിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ MTയുടെ കറുത്ത ജുബ്ബ എന്നാണ് PSCAM പറയുന്ന കോഡ്. എന്താ നോക്കാം? MTയുടെ കറുത്ത ജുബ്ബ. കറുത്ത ജുബ്ബ കേട്ടോ, കറുത്ത ജുബ്ബ. MTയുടെ കറുത്ത ജുബ്ബ. നമ്മൾ MTക്ക് ഒരു കറുത്ത ജുബ്ബ ഇട്ട് കൊടുക്കുകയാണ്, MT. അപ്പോൾ MT എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര കിട്ടണം, T എന്ന് പറയുമ്പോൾ തെലുങ്കാന കിട്ടണം, കറുത്ത എന്ന് പറയുമ്പോൾ കർണാടകയിൽ നിന്നും കറുത്ത കർണാടക കിട്ടണം, ഈ Jയിൽ നിന്നും ജമ്മു കാശ്മീർ കിട്ടണം, Uയിൽ നിന്നും ഉത്തർപ്രദേശ്, Bയിൽ നിന്നും ബീഹാർ, Aയിൽ നിന്നും ആന്ധ്രാപ്രദേശ് കേട്ടോ. അപ്പോൾ നോക്കൂ, MT M കിട്ടി, എന്താണ്? മഹാരാഷ്ട്ര. T തെലുങ്കാന. MTക്ക് എന്ത് കൊടുത്തു? കറുത്ത കർണാടക. കറുത്ത അല്ലേ? കർണാടക. കറുത്ത ജുബ്ബയാണ് കൊടുത്തത്. J ജമ്മു കാശ്മീർ, U ഉത്തർപ്രദേശ്, B ബീഹാർ അല്ലേ? A ആന്ധ്രാപ്രദേശ്. ഇതിൽ നിന്നും MTക്ക് ഒരു കറുത്ത ജുബ്ബ കൊടുത്തതിൽ നിന്നും നമുക്ക് ബൈക്യാമറൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ യൂണിക്യാമറൽ അതിൽ നിന്നും 22 വ്യത്യാസമായിട്ട്. ഇനിയൊരു പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ മാത്രമായിട്ടുള്ളൂ കേട്ടോ. രാജസ്ഥാനിലും ആസാമിലും ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാനുള്ള ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. അതൊരു റീസെൻ്റ് ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളാണ് വരുന്നത്. നിലവിൽ 7 സംസ്ഥാനങ്ങളിൽ മാത്രമേ ബൈക്യാമറൽ, അതായത് ദ്വിമണ്ഡല സഭ ഉള്ളൂ. അപ്പോൾ PSCAMൻ്റെ കോഡ് നിങ്ങൾക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് കുറച്ച് ലേണിംഗ് മെറ്റീരിയൽസൊക്കെ ഇറക്കാനുള്ളൊരു സംവിധാനത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടെ നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെ അറിയിച്ചാൽ കൊള്ളാം. അത് ബൈ പോസ്റ്റ് വഴി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഞങ്ങൾ പരിഗണിക്കുന്നു. അപ്പോൾ വീണ്ടും PSCAM ലേണിംഗ് ക്ലബ്ബ് കാണുക. മൊത്തം കോഡൊക്കെ ആയിരിക്കും കേട്ടോ പുസ്തകങ്ങളിൽ. അപ്പോൾ PSCAM ലേണിംഗ് ക്ലബ്ബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു ലിറ്റിൽ ശ്രേയ. താങ്ക് യു.